ഹലോ, പെപ്പർ കറി ഇഷ്ടമല്ലാത്തവരായി ആരും കാണില്ലല്ലേ? അപ്പം നമ്മുടെ ബീഫാണ് ഇന്നത്തെ നമ്മുടെ താരം. അപ്പം ഞാനിവിടെ 1/2 കിലോ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ശേഷം വേറൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ല മണം വരുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞൊന്നും പോകരുത്. അപ്പം നമ്മളിത് വറുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കണം. ഇനി നമുക്ക് വേറൊരു പാനിലേക്കോ മൺചട്ടിയിലേക്കോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 20 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം. പിന്നെ വേവിച്ച ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം മാത്രം മതി. വളരെ ഈസിയാണ് റെസിപ്പി തയ്യാറാക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.